KSUവിന്റെ സംസ്ഥാന സെക്രട്ടറി ആസിഫ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ തരത്തിലൊരു പ്രകടനം? ഇത്തരത്തിലുള്ള പ്രകടനം ഇപ്പോൾ നിലവിൽ കേരളത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇതിന്റെ മുന്നിൽ നിന്ന് നയിച്ച് പടവെട്ടി മുന്നിലേക്ക് UDF-നെ കൊണ്ടുവന്നത് VDS ആണ്. അപ്പോൾ VDS ഇന്ന് മുഖ്യമന്ത്രി പദത്തിലേക്ക് വരിക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതിനോടനുബന്ധിച്ചാണ് നമ്മൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഈ പ്രകടനം നടത്തുന്നത്. മാധു, ഈ തരത്തിൽ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്നവരുണ്ട്. പദവികൾ ഇല്ലാത്ത നിരവധി പാർട്ടി പ്രവർത്തകരടക്കമുള്ള ആളുകൾ ഇതിനകത്തുണ്ട്. പാർട്ടി പ്രവർത്തകർ, സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്ക് എന്തുകൊണ്ടാണ് VD സതീശന് വേണ്ടി ഇങ്ങനെ ഒരു പ്രകടനം? VD സതീശൻ കേരളത്തിലെ ജനപക്ഷത്തിന്റെ നായകനാണ്. ജനപക്ഷം വേണം. അതെ, തീർച്ചയായിട്ടും. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു നേതാവിനാണ്. സതീശൻ തന്നെ വരണമെന്നാണ്. ഇതിനകത്ത് ഫ്ലെക്സ് ഉണ്ട്. ജനതയും ഞങ്ങളുടെ ജനിതകവും അങ്ങേക്കൊപ്പം VD എന്നെഴുതിയ ഫ്ലെക്സും ഏതാണ്ട് എല്ലാ പ്രവർത്തകരുടെയും കയ്യിലുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഭാരവാഹികളോ വല്ലതാണോ? പാർട്ടി എന്തെങ്കിലും പദവിയിലുള്ള ആളാണോ? പോയി ഇല്ലാത്ത സ്ത്രീകളടക്കമുള്ള ആളുകളെ, ഇതാണ് മാധു, സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇവിടുത്തെ പരിപാടിക്ക് വന്നു. VD സതീശന്റെ ഒരു ഫ്ലെക്സ് പിടിച്ചിരിക്കുന്നു. ഇവിടെ കുറെ ചേച്ചിമാരുണ്ട്. എന്തുകൊണ്ടാണ് VD സതീശൻ വരണോ? VD സതീശൻ വരണം എന്ന് പറയുന്ന സ്ത്രീകളടക്കമുള്ള ആളുകൾ. എന്താണ് ചേച്ചി VD സതീശന് വേണ്ടി ഇങ്ങനെ രംഗത്തിറങ്ങാൻ കാരണം? നല്ലത്, നാട്ടിന് വേണ്ടി നല്ലത് ചെയ്യുന്നവര് ഇതിലോട്ട് വരണം. ഇപ്പോൾ ഏതായാലും 5-10 വർഷം അവർ പഠിച്ചല്ലോ, 5 വർഷം ഇവരും കൂടെ പഠിക്കട്ടെ. സതീശൻ വേണം. ഈ തരത്തിൽ സതീശൻ വേണമെന്ന് പറഞ്ഞു. ഒരുപക്ഷെ സ്ത്രീകൾ സതീശൻ വേണമെന്ന് ഒരു ആവശ്യം ഉന്നയിച്ച പ്രകടനത്തിലേക്ക് വന്നത് നമ്മൾ ഇതിനു മുമ്പ് ഒരിടത്തും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മുമ്പിലാണ് ഈ VD സതീശൻ മുഖ്യമന്ത്രിയാകണം എന്നാവശ്യപ്പെട്ട് പ്രകടനം നടത്തുന്ന ആളുകൾ ഉള്ളത്. അവിടെ നിന്ന് സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തേക്കാണ് ഈ മാർച്ച് ഇപ്പോൾ പോകുന്നത്. നേരത്തെ KPCCയിലേക്ക് പോകാനുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അത് നേതൃത്വം ഇടപെട്ടത് കൊണ്ടാണ് അത് മാറിയത് എന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ പ്രകടനം കടന്നു പോവുകയാണ്. അതിനിടയിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, റോഡിൻ്റെ ഇരുവശത്തും VD സതീശൻ നാച്ചുറൽ ചോയ്സ് എന്നൊരു ബോർഡ് ഇവിടെ വെച്ചിരിക്കുന്നു. ഒരു VD സതീശൻ്റെ ചിത്രം വെച്ച ഒരു ബോർഡ് വയ്ക്കുന്നു. പ്രകടനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മധു, 100 കണക്കിന് പ്രവർത്തകരുണ്ട്. ഒരു ജൻസി പിള്ളേരാണ് കൂടുതലും ഇതിലുള്ളതും. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. TV പ്രസാദ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. TV പ്രസാദ്, സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാർച്ച് എത്താനായി എന്ന് തോന്നുന്നു. രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് അവിടെ നിന്ന് പാളയം വഴി പിന്നിടുകയാണ്. യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഫ്രണ്ടിലൂടെ അത് ആ ജാഥ മുന്നോട്ട് പോവുകയാണ്. അത് തന്നെയാണ് മാധു. ഇതാ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. ജസ്റ്റ് ഇതാ 100 മീറ്റർ മുന്നിലാണ് ഇപ്പോൾ പ്രകടനം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ DCC പ്രസിഡന്റ് ഒഴികെയുള്ള മിക്കവാറും എല്ലാ നേതാക്കളും, ജില്ലാ നേതാക്കളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. വലിയ മുന്നൊരുക്കങ്ങളില്ലാതെ എല്ലാവരും, പോഷക സംഘടനാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും ഈ മാർച്ചിലേക്ക് എത്തി എന്നുള്ളതാണ്. സാധാരണ വലിയ മുന്നൊരുക്കമുണ്ടെങ്കിൽ പോലും കോൺഗ്രസ് പാർട്ടിക്ക് ഇങ്ങനെ ഒരു മാർച്ച് നടത്തുക വലിയ പ്രയാസമാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യാസമായി 100 കണക്കിന് ആളുകളാണ് ചെറിയ ഇടവേളകളിലുള്ള ഈ തീരുമാനത്തിന്റെ ഭാഗമായി എത്തിയിരിക്കുന്നത്. മാർച്ച് ഇതാ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ആ പാളയം രക്തസാക്ഷി മണ്ഡപത്തിന്റെ മുന്നിൽ വെച്ച് തുടങ്ങി പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് തുടങ്ങിയ മാർച്ചാണ് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിശക്തമായ പ്രകടനം നമുക്ക് പിറകിലോളം കാണാം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പിറകുവശം ഏതാണ്ട് യൂണിവേഴ്സിറ്റി കോളേജ് വരെ നീണ്ടു നിൽക്കുന്നതായി കാണാം. കൊടികളുണ്ട്, അതുപോലെ പ്ലക്കാർഡുകളുണ്ട്, ബാനറുണ്ട്, വലിയ ഉച്ചത്തിലുള്ള മുദ്രാവാക്യങ്ങളുണ്ട്. എല്ലാ വിഭാഗത്തിലും പെട്ടവരുണ്ട്. ഇത് തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് ഇതിനും നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ്. അതല്ലാതെ ഏതെങ്കിലും ജനങ്ങളുടെ ഭാഗമായുള്ള കൂട്ടായ്മയല്ല എന്നതാണ് ഇവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേതാക്കന്മാർ നേരിട്ട് വരുന്നില്ല ക്യാമറയുടെ മുന്നിലേക്ക് എന്നേ ഉള്ളൂ. ഇതിൻ്റെ നേരെ മുന്നിൽ ഇതിൻ്റെ നേതാക്കന്മാർ എല്ലാവരും അണിനിരന്നിട്ടുണ്ട് എന്നുള്ളതാണ്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്ന ഒരൊറ്റ ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയേക്കും എന്നുള്ള ചർച്ചകൾ വളരെ സജീവമായി പുരോഗമിക്കുന്നതിനിടയിലാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം KC വേണുഗോപാലിന് അനുകൂലമായി മാറും എന്നുള്ള ഘട്ടത്തിലാണ്. കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയാത്ത തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണോ? VD സതീശന് അനുകൂലമായി അവിടെയും ഇവിടെയും 4 ഫ്ലെക്സ് ബോർഡുകൾ, അതിനപ്പുറത്തേക്ക് ചിലയിടങ്ങളിൽ മാത്രം ചില ശക്തി പ്രകടനം എന്നതിനപ്പുറത്തേക്ക്
തരത്തിൽ പ്രതിഷേധം ശക്തമാകുന്നുവോ? അതുതന്നെയാണ് മധു. ഈ മാർച്ച് ഇത് കണ്ടില്ല എന്ന് എങ്ങനെ നടിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു പ്രതിഷേധം ഉണ്ടാകാറില്ല. ഇതാ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിക്കഴിഞ്ഞു. നമുക്കിതാ സെക്രട്ടേറിയറ്റിന് മുന്നിൽ KC വേണുഗോപാലിൻ്റെയും VD സതീശൻ്റെയും വലിയ ഫ്ലക്സ് ബോർഡുകൾ കാണാം. അതിൻ്റെ തൊട്ട് മുമ്പിൽ, അതായത് സെക്രട്ടേറിയറ്റിൻ്റെ സമര ഗേറ്റിന് മുന്നിൽ, നോർത്ത് ഗേറ്റിന് മുന്നിലേക്ക് ഈ മാർച്ച് എത്തിയിരിക്കുന്നു. ഇവിടുന്ന് പുളിമൂട് വരെ നീങ്ങുമെന്നാണ് നേതാക്കന്മാർ അറിയിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാർച്ച് എത്തി. കൂടുതൽ ആളുകൾ വളരെ കൃത്യതയോടെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് മാർച്ച് ഇവിടെ ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. വീണ്ടും നടന്നു തുടങ്ങിയിട്ടുണ്ട്. VD സതീശന് അനുകൂലമായ മുദ്രാവാക്യം വിളികളാണ്. എങ്ങും നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകളാണ് സ്വയം തയ്യാറായി ഈ മാർച്ചിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൻ്റെ സമരനായകൻ എന്നുള്ളതാണ് വിളിക്കുന്ന മുദ്രാവാക്യം. മറുഭാഗത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച വലിയ 2 ഫ്ലക്സ് ബോർഡുകൾ കാണാം. അതിലൊന്ന് VD സതീശൻ്റെയും ഒന്ന് KC വേണുഗോപാലിൻ്റെയുമാണ്. അതിശക്തമായ പ്രകടനം. കൗതുകകരമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടിയാണ് ഉരുത്തിരിയുന്നത്. TV പ്രസാദ്, സാധാരണഗതിയിൽ ഒരു സർക്കാർ അധികാരത്തിലേക്ക് വന്നാൽ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് ആദ്യ പ്രകടനം ഒരുപക്ഷെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ സർക്കാർ അധികാരത്തിൽ കയറുന്നതിന് മുൻപ് ആ സർക്കാരിനെ നയിക്കേണ്ടത് ആരെ എന്ന കാര്യത്തിൽ തീരുമാനം അനുകൂലമായിരിക്കില്ലേ, പ്രതികൂലമായിരിക്കുമോ എന്ന ഭയത്തിൽ ഒരു നേതാവിന്റെ അണികൾ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിലേക്ക്, KPCC-യിലേക്കായിരുന്നുവെങ്കിൽ ശരി, ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിലേക്ക് ഒരു പ്രതിഷേധ മാർച്ചുമായി വരിക എന്ന് പറയുന്ന ഒരുപക്ഷെ കേരള രാഷ്ട്രീയം ഇതുവരെ, കോൺഗ്രസ് രാഷ്ട്രീയം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കൗതുകകരമായ രാഷ്ട്രീയ നീക്കം കൂടിയാണ് നടക്കുന്നത് എന്നത് പ്രേക്ഷകർ ശ്രദ്ധിക്കുമല്ലോ.